നമുക്ക് ശ്യാം പ്രസാദ് ഉത്തമൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ശ്യാം പ്രസാദ് ഇപ്പോൾ ഉള്ളത്. ഘോഷയാത്ര അങ്ങോട്ടേക്കാണ് എത്തുക. ശ്യാം, തിരക്ക് അധികമുണ്ടോ? ഘോഷയാത്ര കാണാനായി റോഡിന് ഇരുവശവും തിരക്കുണ്ടോ? മോത്തി, സാധാരണഗതിയിൽ ഈ അത്തച്ചമയത്തിൻ്റെ ഘോഷയാത്രയേക്കാൾ ഉപരിയായിട്ട് ഈ അത്തച്ചമയം കാണാനെത്തുന്ന ആളുകളുടെ തിരക്കാണ് ഈ തൃപ്പൂണിത്തുറ ഏറ്റവും കൂടുതൽ ഇതാക്കുന്നത്. കാരണം ഇവിടെ രണ്ട് സൈഡിലും ആളുകൾ വരിവരിയായി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം നേരത്തെ വന്ന് ഈ സ്ഥലം പിടിച്ച് ഈ ഘോഷയാത്ര മുഴുവൻ കണ്ട് മടങ്ങണം എന്ന് ആഗ്രഹിച്ചെത്തുന്ന ആളുകളാണ്. ഒരുപക്ഷെ അത് ഈ തൃപ്പൂണിത്തുറക്കാർ മാത്രമല്ല, തൃപ്പൂണിത്തുറക്കാർക്ക് ഇന്നത്തെ ദിവസം ഒരു ഓണം പോലെ തന്നെയാണ്. അതേപോലെ തന്നെയാണ് പുറത്തു നിന്നുള്ള ആളുകൾക്കും ഇവിടെ എത്തി ഈ അത്തച്ചമയം കണ്ട് മടങ്ങി പിന്നീടുള്ള 10 നാൾ, ആ 10 നാളാണ് പിന്നീട് അവരുടെയൊക്കെ ഓണാഘോഷം എന്ന് പറയുന്നത്. അങ്ങനെ പല സ്ഥലത്തു നിന്ന് എത്തിയ ആളുകളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഓരോരുത്തരോടൊക്കെ ചോദിക്കാം. എവിടെ നിന്നാണ് വരുന്നത്? വൈക്കം, നേരത്തെ പറഞ്ഞു. വൈക്കത്തോടാ? വൈക്കം ടിവിയിലും. ഈ അത്തച്ചമയത്തിന് വന്നിട്ടുണ്ടോ മുമ്പ്? ഇല്ല, ആദ്യമായിട്ടാണ്. മൊത്തം കണ്ടിട്ട് മടങ്ങുള്ളൂ. ഒരു ഓണം ഓർമ്മയൊക്കെ എങ്ങനെയാണ്? നല്ല ഓർമ്മകളാണ്. അമ്മച്ചി എവിടെ നിന്നാ തന്നെ? തൃപ്പൂണിത്തുറ തന്നെയുള്ള. തൃപ്പൂണിത്തുറ തന്നെയുണ്ട്. എല്ലാ കൊല്ലവും കാണാറുണ്ട്? കാണാറുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു അത്തച്ചമയത്തിന്റെ ആഘോഷമാണ്? ഇതൊരു ഭയങ്കര ആഘോഷമാണ്. എങ്ങനെയാണ് ഓണാഘോഷമൊക്കെ അടിപൊളി. എന്തായാലും പലതരത്തിലുള്ള ആളുകളുണ്ട്. ചേച്ചി എവിടെ നിന്നാ വരുന്നത്? നെട്ടൂർ. അപ്പൊ നിങ്ങളൊക്കെ ഇവിടത്തുകാർ തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അത്തച്ചമയമൊക്കെ സ്ഥിരം കാണുന്ന ആളുകളാണ്? ഇല്ല, ഞങ്ങൾ ആദ്യമായിട്ട് വന്നാ കാണാം. ഈ പ്രാവശ്യം ഒന്ന് കാണണമെന്ന് തോന്നി. അങ്ങനെ ഒന്നും വരാറില്ല? ഇല്ല, വന്നിട്ട് ഇല്ല, വരാറില്ല. മുമ്പ് ടി വിയിലൊക്കെ കാണാറുണ്ട്? ടി വിയിൽ കാണാറുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം ഒന്ന് നേരെ കാണാന്ന് വിചാരിച്ചു. എക്സൈറ്റ്മെന്റിലാണോ? അതെ അതെ അതെ. അങ്ങനെ തന്നെയാണോ? അതെ അതെ. എവിടെ നിന്നാ വരുന്നത്? ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. ഇപ്പം ഇവിടെ താമസിക്കുന്നു, ഏലൂർ താമസിക്കുന്നു. അപ്പം തിരുവനന്തപുരത്ത് ഓണം തീരുന്നതിൻ്റെ അന്നാണ്, വൈകുന്നേരമാണ് അവിടുത്തെ പരിപാടികളൊക്കെ. തുടക്കം. അപ്പം ഇത് ഇതുവരെയും കണ്ടിട്ടില്ല, അതുകൊണ്ട് കാണാമെന്ന് വെച്ചിട്ട് വന്നതാണ്. ഇത് എങ്ങനെയാണെന്നുള്ളത് കാണാനില്ല. അപ്പം നല്ല നല്ല രസമുണ്ട്. അമ്പലത്തിൽ അല്ല, ഒന്നും വന്നില്ലല്ലോ അങ്ങോട്ട് പോയി. അതെ, നല്ലതാ. ഓണം തുടങ്ങുന്ന സ്ഥലം ഇതായതുകൊണ്ടേ ആൾക്കാർക്കെല്ലാം കുറേ കൂടുതൽ ഇതുണ്ട്. അതിൻ്റെ ഒരു അഭിമാനമുണ്ട് ആൾക്കാർ. ശരി, സന്തോഷം. തീർച്ചയായിട്ടും തൃപ്പൂണിത്തുറക്കാർക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓണം തുടങ്ങുന്നത് തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ എവിടെ നിന്നാണ് വരുന്നത്? കണ്ടനാട്. അപ്പൊ ഈ അത്തച്ചമയൊക്കെ സ്ഥിരം കാണാറുണ്ടോ? കാണാറുണ്ട്. എന്താണ് ഒരു ഓണത്തിന്റെ ഓർമ്മകളൊക്കെ? എങ്ങനെയാണ് ഓണം? എങ്ങനെയുണ്ട്? അടിപൊളി. ഓണം ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? പിന്നെ അങ്ങനെ പലതരത്തിലുള്ള ആളുകളും മറ്റുമൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നീണ്ട് അങ്ങനെ നിൽക്കുകയാണ് ഓണാഘോഷത്തിന്റെ ഈ അത്തച്ചമയത്തിന്റെ വരവ് കാണാൻ വേണ്ടി എത്തി നിൽക്കുന്ന ആളുകൾ. തീർച്ചയായിട്ടും ഇരുവശവും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. അത്തച്ചമയ ഘോഷയാത്രയുടെ പങ്കാളിത്തത്തെക്കാൾ കൂടുതൽ അത് കാണാനെത്തുന്നവരുടെ തിരക്കാണ്. വളരെ വർണ്ണാഭമായ കാഴ്ചയാണ്.